ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ സാധാരണക്കാരെ മറയാക്കി ചെയ്യുന്ന കൊടും ക്രൂരതകളുടെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുകയാണ്. ഹമാസ് തീവ്രവാദ സംഘടനയുടെ നുഖ്ബ വിഭാഗത്തിൽപ്പെട്ട അമർ എന്ന ഭീകരനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഗാസയിലെ ആശുപത്രികളെയും മറ്റും മറയാക്കി ഹമാസ് ഭീകരർ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. ഗാസയിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾക്കടിയിൽ ഹമാസ് തീവ്രവാദികളുടെ ഭൂഗർഭ തുരങ്കങ്ങളുണ്ടെന്നും പ്രധാനപ്പെട്ട തുരങ്കങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസയിലെ സാധാരണക്കാർക്ക് ആശ്രയമായ ഷിഫ ഹോസ്പിറ്റലിന്റെ അടിയിലും തീവ്രവാദികളുടെ ഇത്തരം തുരങ്ക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു. ഭീകരരുടെ ആയുധങ്ങളും മറ്റും സൂക്ഷിക്കുവാനുള്ള വിപുലമായ സംവിധാനങ്ങൾ ഷിഫ ഹോസ്പിറ്റലിന്റെ അടിയിലായി സ്ഥിതി ചെയ്യുന്ന ഇത്തരം തുരങ്ക സംവിധാനങ്ങളിലുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ഷിഫ ഹോസ്പിറ്റൽ ആക്രമിക്കില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ആയുധങ്ങളും മറ്റും സൂക്ഷിക്കുവാനുള്ള ഇത്തരം സംവിധാനങ്ങൾ ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇയാൾ തുറന്നു പറയുന്നുണ്ട്. ഹോസ്പിറ്റലിനെ മറയാക്കി തുരങ്ക സംവിധാനത്തിൽ നിന്ന് ആയുധങ്ങളും മറ്റും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇയാൾ പറയുന്നു. ഗാസയിലെ ഇന്ധന ഉപയോഗത്തെ സംബന്ധിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇയാൾ നടത്തുന്നുണ്ട്. തീവ്രവാദികൾ തങ്ങളുടെ വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മിച്ചമുള്ള ഇന്ധനം സാധാരണ ജനങ്ങൾക്ക് നൽകുകയുള്ളൂവെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഹമാസ് തീവ്രവാദികളുടെ അനുവാദമില്ലാതെ ഒരു സ്ഥലത്തേക്കും പലായനം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ ഇസ്രായേലി പ്രതിരോധ സേനയോട് വ്യക്തമാക്കുന്നുണ്ട്. قبل عدة أيام إنه فترتك في النخبة قديش؟ من سنة من 8 شهور لسنة تقريبا. طيب قبلها كنت أنا بفصيل عادي. لا مثير المفاكهة عندنا حرق. مش كل المنطقة، مش كل الحارات عنا فيه. في عنا في تحت الحارات بس مش كل حارة فيها عين. أوكي. أما المركز تاع كل الفاكهة وين موجود؟ المركز في واحد لأسامة وواحد لمحطة. المركز تبعهم فرجع يوم شو المحل اللي اليهود ما بكفوا أبدا؟ المستشفيات يعني. وشو العلاقة بين المستشفيات والنفاق هذه؟ المستشفيات أغلب المساعدة بتخبوا المستشفيات. وبتخبوا إيش؟ تحتها يعني؟ فيش مثلا الشفا فيها طابق بودرة، ممكن في البودرة. الشفا كبيرة. أوكي. مش صغيرة الشفا تبعها. في بتخبوا. يعني زي ما أنا فاهم من كلامك كل شغلة الإسعاف إذا هي عيادات مستشفى يستغلوها لهم. يستغلوها عشان إيش؟ عشان انتوا بتكسبوهمش. وهيك يعني بيقدروا ينقلوا كل شيء. شو زي إيش مثلا؟ عبوات، سلاح، أكل، مواد طبية لهم. للجنوب. عشان قلت لك عشان المنطقة الشفا أمينة بتنقصفش، يعني آمن لهم. حسب علمنا، يعني حسب علم. شو بالنسبة للبنزين؟ البنزين برضه زي ما قلت لك بيعملوا سيارات ومجبات وكل شيء بعدين بيعطوا للناس. هم بيعطوا تبعتهم بواقة وبيعبوا فيها بفللوا بعض. أنا كمان شغلة موضوع يعني سيطرة الحماس النخبة القسام لناس الواحد في غزة بيقدر يروح لأول ما بده؟ بس أنا ممنوع تسافر إلا لما أقول له. يعني بدك تطلع على مصر ممنوع تطلع.